വെൽക്കം ബാക്ക്. ഇൽഹാൻ. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ മൈൻഡിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു ഞാൻ. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ വലിയൊരു ഡിപ്രഷൻ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം അതിൻ്റെയൊക്കെ ഒരു അടുത്ത് ഞാൻ എത്തിയിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോവാൻ, അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, എൻ്റെ സ്വന്തം കാര്യങ്ങളും എൻ്റെ ഹോബീസ് അറിയാലോ, എൻ്റെ ഹോബീസ് ഗാർഡനിങ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യവും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ കാര്യവും ഇങ്ങനെ പോയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഭയങ്കര ടെൻഷൻ, അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇത്രയും നാൾ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ ഏകദേശം ആ ഒരു ഇതിലേക്ക് തന്നെയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നത്. ഇപ്പോൾ എനിക്ക് ചെടികളെ ഒന്നും ഞാൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചെടികളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ പോയി. നമ്മുടെ ചെടി ഗാർഡൻ, അതുപോലെ നമ്മുടെ നഴ്സറി, അങ്ങനത്തെ എല്ലാം ഇപ്പോൾ പോയി. ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ മാത്രം അവിടെ ഇവിടെയൊക്കെ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ അതൊക്കെ പിന്നീട് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് പുറത്ത് ഡ്രസ്സ് എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ടോപ്പോ എന്തെങ്കിലുമൊക്കെ എടുക്കാം, കടയിലൊക്കെ പോകാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, കുറേ നാളായാലും നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗ് അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. നമ്മൾ പ്ലാൻഡ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഷോപ്പിംഗ് ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ എന്താണ് ഇത്രയും നാൾ ഞാൻ വരാത്തതെന്നുള്ളത് നിങ്ങളെന്ന് അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇൻട്രോ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ സെയിലും ഗാർഡനിങ്ങും നമ്മുടെ പ്ലാന്റ്സൊക്കെ തിരിച്ചു വരും. അതിൻ്റെ ഒരു ഇതിൽ ഇപ്പം ഞാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് റെഡി ആയിട്ട് നമുക്കൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാം. അപ്പോൾ അപ്പോൾ നിങ്ങളും കൂടെ വാ. അപ്പോൾ ഞാൻ ഈ ഉടുപ്പിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് റെഡി ആവാനുണ്ട്. എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പം ഞാൻ ബസ്സിലാണ് ടൗണിലേക്ക് പോകുന്നത്. ടൗൺ വരെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ടൗണിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇക്ക ഓഫീസിലുണ്ട്. അപ്പോൾ ഇക്ക ഓഫീസിൽ നിന്ന് ടൗണിലേക്ക് വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30, 5:45 കഴിഞ്ഞു കേട്ടോ. ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നത്. നെല്ലിക്കുഴി പഞ്ചായത്താണ് ഇവിടെ. അങ്ങനെ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. ഇരിക്കാൻ സീറ്റില്ലാത്ത ബസ്സിൽ ഞാൻ സാധാരണ കയറാറില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി ഒന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാനിങ് എന്നൊക്കെ ഉള്ളത് അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഷവർമയാണ് കഴിച്ചിട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കണോ വേറെ എന്തെങ്കിലും വാങ്ങിക്കണോ ഒന്നും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ വന്നു. അപ്പോൾ ഈ ഷോപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് A1 എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് തയ്ക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് റെഡിമെയ്ഡായിട്ട് ഡ്രസ്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ തീരെ ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ഞാനൊരു ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് കളറൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് കളറാണ് ഇത്. കഫ്താനാണ്. അപ്പോൾ എൻ്റെ സൈസിന് ഒപ്പിച്ചിട്ട് ഒരു ഡ്രസ്സ് കിട്ടി. അപ്പോൾ ഞാനത് എടുത്തു. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ എടുത്തു കേട്ടോ. ഇതിന് വലിയ വിലയൊന്നുമില്ല, 1550 രൂപ എന്തോ ഉള്ളൂ. അപ്പോൾ അതെടുത്തു. എന്നിട്ട് ഞാൻ അതിന് ഷോള് ഇങ്ങനെ തിരയുമായിരുന്നു. അപ്പോൾ ആ ഇത്താത്തമാർ കുറേ ഷോളൊക്കെ എന്നെ എടുത്ത് കാണിച്ചു. പക്ഷേ അതൊന്നും എനിക്ക് അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഷോൾ എടുത്തില്ല, ഉടുപ്പ് മാത്രം എടുത്തു. എന്നിട്ട് ഞാൻ പെർഫ്യൂം വാങ്ങിക്കാമെന്ന് കരുതി ഒരു ഷോപ്പിൽ വന്നു. അപ്പോൾ ഇതൊരു പുതിയ ഷോപ്പാണ് കേട്ടോ, ഗ്രാൻഡ് പെർഫ്യൂംസ് എന്ന് പറഞ്ഞിട്ട്
ഒരു ഷോപ്പാണ്. കോതമംഗലത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഷോപ്പാണ്. പക്ഷേ നിറയെ എന്താ പറയുക, നിറയെ പെർഫ്യൂംസും അതുപോലെ ഡിയോഡ്രൻറ്റ്, അത്തറ്, ഊത്, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെയും നല്ല ബ്രാൻഡഡ് പെർഫ്യൂംസൊക്കെ ഇവിടെ ഉണ്ട്. നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കടയിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല രസമായിട്ട് ഇങ്ങനെ പെർഫ്യൂംസൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കടയിൽ കയറിയിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ പെർഫ്യൂം തീർന്നിരുന്നു, പിന്നെ ഇക്കാടെ പെർഫ്യൂമും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാടെ ഒരു പെർഫ്യൂം അന്വേഷിച്ചാണ് മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ പറയുക, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഊതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഊതിൻ്റെ സ്മെല്ല് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ കുറച്ച് ഊതൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ ഈ ഊത് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ നമ്മളൊരു തവണ ഒന്ന് ഡ്രസ്സിലൊക്കെ ആക്കുകയാണെങ്കിൽ പോലും നമ്മൾ വാഷ് ചെയ്താൽ പോലും അതിൻ്റെ സ്മെല്ല് പോവില്ല. അത്രയ്ക്ക് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഊത് ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ, നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാനൊരു ഇതെടുത്തു. അപ്പോൾ ആ ചേട്ടൻ വേറൊരു സാധനം കൂടെ എന്നെ കാണിച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് സച്ചു എനിക്ക് ഇതൊരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വീട്ടിൽ പുകയ്ക്കുന്നില്ലേ, ആ ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഇതിൻ്റെ പേപ്പറിൽ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ ചേട്ടൻ പറയുകയും ചെയ്തു, പക്ഷേ എനിക്കതിൻ്റെ പേര് പറയാനറിയില്ല. എന്തോ ഒരു പേര്, ബുക്കൂർന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇങ്ങനെ എടുത്തൊക്കെ നോക്കി. അപ്പോൾ ഇത് വാങ്ങിക്കാനല്ല വന്നത്, പക്ഷേ അവിടെ വന്നപ്പോൾ ആ ചേട്ടൻ എടുത്ത് കാണിച്ചപ്പോൾ ഞാൻ നിങ്ങൾ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് പുകയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൊക്കെ ആ ചേട്ടൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ എടുത്ത ഈ സാധനമില്ലേ, അപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് ഇത് പുകയ്ക്കുന്നത്. ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു സാധനം നമുക്ക് കറണ്ടിൽ കുത്തിയിട്ട് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് അത് പുകയ്ക്കാൻ പറ്റും. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന ഇത് നമുക്കല്ലാതെ തന്നെ പുകയ്ക്കാവുന്ന സാധനമാണ്, കറണ്ടിലൊന്നും കുത്തണ്ട. അപ്പോൾ ഈ ചേട്ടൻ എടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് ചാർക്കോളാണ്. അപ്പോൾ ഇതിലിട്ടിട്ട് പുകച്ചാൽ മതി. അപ്പോൾ ഇട്ടിട്ട് കത്തിക്കുമ്പോൾ തന്നെ ഇതൊരു 1 മണിക്കൂറൊക്കെ ഇതിനകത്ത് നിന്ന് കത്തും. അങ്ങനെ പുകയും എന്നാണ് പറഞ്ഞത്, ചാർക്കോൾ. അപ്പോൾ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു എന്താ പറയുക, ആ ഒരു പാത്രവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണിച്ച സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന ഈ ഡപ്പിയിലുള്ള സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുകഞ്ഞിങ്ങനെ നല്ല മണമായിരിക്കും വരുന്നത്. ഇത് നമ്മുടെ ഈ ഊതിൻ്റെ ആ മരത്തടി ഉണ്ടല്ലോ, മരക്കഷ്ണം, അതാണത്. അപ്പോൾ അതിട്ട് പുകച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഫ്ലവർ വാസൊക്കെ പോലെ ഇരിക്കുന്ന കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനതിപ്പോൾ എടുത്തില്ല. 450 രൂപ എന്തോ ഉള്ളൂ അതിന്. പക്ഷേ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിന്നീട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു ചേട്ടൻ്റെ അടുത്ത്. അതെന്തായാലും വാങ്ങിയില്ല. നല്ല രസമുള്ളൊരു സാധനമാണ്, അതെന്തായാലും ഇനി എനിക്ക് വാങ്ങിക്കണം. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ഊതാണ് എടുത്തത്. ഊത് കുവൈറ്റിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഊത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, നിൻ്റെ പെർഫ്യൂം ഏതാണ്, ഊത് ഏതാണ്, കൊണ്ടുപോയി തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നല്ല ഞാൻ സാധാരണ അത് വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്. പക്ഷേ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ചേട്ടൻ്റെ ഡീലിങ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം പറയുമ്പോൾ തന്നെ എല്ലാം കാണിച്ച് തരികയൊക്കെ ചെയ്തൊക്കെ കണ്ടില്ലേ. ആ ചേട്ടൻ സാമ്പിളൊക്കെ കാണിച്ചു തന്നു. അതിൻ്റെ നല്ല സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ കയ്യിൽ ഇടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അപ്പോൾ അത് പുകയ്ക്കുമ്പോൾ എന്തൊരു സ്മെല്ലായിരിക്കും. നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അത്ര വിൽപ്പനക്കാരുടെ അടുത്തൊക്കെ ഒരു മണം കിട്ടില്ലേ, ആ ഒരു മണം ഇത് പുകയ്ക്കുന്നതാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഞാൻ ഒരു ഊത് വാങ്ങി. അപ്പോൾ ഈ ചേട്ടൻ്റെ ഡീലിങ്സ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ ഡീലിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം കാണിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് ഇങ്ങനെ എല്ലാം എടുത്ത് തരാനും കാണിച്ചു തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ചേട്ടൻ എല്ലാം നമുക്ക് കാണിച്ചൊക്കെ എടുത്തൊക്കെ തന്നു. എന്നിട്ട് ഞാൻ വാങ്ങിയ ഊത് എനിക്ക് ഈ ഒരു ബോക്സിലിട്ട് തന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സ്. ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ ഈ ബോക്സിലിട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ കൊടുത്തു കേട്ടോ. അതിന് 400 രൂപ എന്തോ ആയിരുന്നു അതിന്. അപ്പോൾ ഈ ചേട്ടൻ, ഇതാണ് നമ്മുടെ ചേട്ടൻ, ശ്രീകുമാർ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. പിന്നെ എനിക്ക് ചേട്ടൻ്റെ കടയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കോതമംഗലത്ത് ആൻ തിയേറ്ററിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ കോതമംഗലത്തുള്ളവർക്ക് ആർക്കെങ്കിലും പെർഫ്യൂമോ അത്തറോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാൻ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്തറും ഒക്കെ വാങ്ങി സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം സമയം ഏകദേശം ഒരു 7:30 7:45 അത്രയും സമയമൊക്കെ ആയി. അപ്പം
ഇക്ക എന്നെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇക്ക എന്നെ ഓഫീസിൽ നിന്ന് ഇടയ്ക്ക് എൻ്റെ കൂടെ ടൗണിൽ വന്നതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ ടൗണിൽ കൂടെയൊക്കെ പോകുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ ലൈറ്റൊക്കെ തെളിച്ചിട്ടിട്ട് കടകളൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണല്ലോ. എനിക്ക് നടന്നു പോകുന്നതാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഇക്കയുടെ കൂടെ ആകുമ്പോൾ ബൈക്കിൽ അല്ലെങ്കിൽ കാറിലായിരിക്കും പോവുക. എന്നാലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇന്ന് വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും ഒരു സന്തോഷമൊക്കെ ആയി, നമുക്ക് ജസ്റ്റ് റിലാക്സ് ആയി നമ്മൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസമാണ്, അതൊരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോവുക വരികയാണെങ്കിൽ നമുക്കൊരു ആശ്വാസമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നെല്ലിക്കുഴിയാണ് കേട്ടോ. നെല്ലിക്കുഴി ടൗണാണ് ഇത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഫർണിച്ചറിൻ്റെ ഷോപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ സ്ഥലമാണ്, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇക്ക എന്നെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്. ഇക്ക ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടാണ് ഇതിന് തിരിച്ച് വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടുവിട്ടു, എന്നിട്ട് ഇക്ക തിരിച്ച് പോവുകയാണ്. ഞാൻ അപ്പോൾ ചിക്കുനോടും മുന്നനോടും ടൗണിൽ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.